അപ്പോൾ നോർത്ത് ഈസ്റ്റ് സീരീസിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ കിസാമ ഹെറിറ്റേജ് വില്ലേജിലാണ്. ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ട്രൈബ്സിന്റെ ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വേറൊരു വൈബാണ്. ഇവിടെ ഫുൾ എൻജോയ്മെന്റ് ആണ്. ആ കാഴ്ചകളിലേക്കൊക്കെ പോവാം. Ladies and gentlemen, ഇവിടെ ഇപ്പൊ മ്യൂസിക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പകൽ സമയത്ത് ഇവിടെയാണ് ഈ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇവിടെയാണ് നടക്കല്. ഇപ്പൊ ഇവിടെ ഫുള്ള് മ്യൂസിക് ആണ്. രാത്രിയില് ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. Global Partnerships Meta India would like to have a small felicitation program for him now. So Meta India and the chairman of TAFMA, അടിപൊളി മ്യൂസിക് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. kindly come and do the honors. ഒരു ചർച്ച് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളിയാണ്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം കോഫി ഷോപ്പുകളൊക്കെയാണ്. രാത്രിയൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക അവിടെ. ഇന്ന് പൊതുവെ ആളുകൾ കുറവാണ്. ഇന്നലെയൊക്കെ രാത്രിയൊക്കെ നല്ല ആളുകളായിരുന്നു ഇവിടെ. ഇന്നലെ നാഗ ട്രൈബ്സിന്റെ ഒക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആളുകൾ കുറവാണ്. എല്ലാരും നല്ല കട്ടിയുള്ള ടൈപ്പ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല തണുപ്പ്. ഇവിടെ എന്താ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോ സെക്ഷൻ ആണ്. ഇൻസ്റ്റന്റ് ഫോട്ടോസ്. How much is price? For 2 copies, it's 150 rupees. 150. And we also have the Polaroid. So Okay. Yeah, so we have these two, right? So two is 150 rupees for 2 strips. So you can make all this cool. 3 photos. You get a copy. Okay. 150. Okay, okay. We also have Polaroid. This is 150. One photo 150. Yeah. Okay, okay. This is 150 for. Okay, okay. So you make it vlog. Yeah. Okay. അവിടെ ഇൻസ്റ്റന്റ് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. 150 രൂപയാണ് അതിന്റെ റേറ്റ് പറയണത്. അടിപൊളിയാണ്. നല്ല പെട്ടെന്ന് ഫോട്ടോസും കിട്ടും. അതിന്റെ ഏറ്റവും ടോപ്പിൽ ഈ മലേന്റെ ഏറ്റവും മുകളിലായിട്ട് നാഗ ഹെറിറ്റേജ് വില്ലേജ് എന്ന് എഴുതിയിട്ടുണ്ട്. കുറെ ദൂരത്താണ് കേട്ടോ അത്. നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടുന്ന് നല്ല മുകളിലായിട്ട് ഇങ്ങനെ കാണാം. നാളത്തോടു കൂടി ഇവിടെ പരിപാടി അവസാനിക്കും കേട്ടോ. നാളെ 10-ാം തീയതിയാണ്. 10-ാം തീയതിയാണ് ലാസ്റ്റ് പെർഫോമൻസ്. അതോടുകൂടി ഈ വർഷത്തെ പരിപാടി ഇവിടെ അവസാനിക്കും. പിന്നെ അടുത്ത വർഷം. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. 25 വർഷം ആയതിന്റെ ഒരു ആഘോഷ പരിപാടികൾ കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ ഈ സൈഡിൽ മൊത്തം ഫുഡ് കാര്യങ്ങളാണ്. മുള കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ഹട്ടുകളാണ്. നല്ല ഫുഡ് കാര്യങ്ങൾ, വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. കണ്ടില്ല ഇവിടെ ഓരോരുത്തർ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ പലരും റൈസ് വൈനൊക്കെ കുടിച്ചിരിക്കുക കേട്ടോ. റൈസ് വൈൻ ഇവിടുത്തെ പ്രധാന ഒരു സംഗതിയാണ്. കണ്ടില്ലേ, ഒരു നാഗാലാൻഡിലെ ബുള്ളറ്റ് ആണ്. ഇതും ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യന്റെ പതാകയൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ളൊരു റൈഡറാണ് കേട്ടോ ആള്. അത്രക്ക് സംഗതികള് വെച്ചിട്ടുണ്ട്. വേറൊരു വണ്ടി കണ്ടില്ലേ, ഹിമാലയൻ. ഇതും അതുപോലെ തന്നെ ഒരു റൈഡറാണ് സംഭവം. നല്ല ടൂറിന്റെ ആളാ തോന്നുന്നു. കാരണം ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വണ്ടികളുണ്ട് കേട്ടോ. അതുപോലെ ഫുള്ള് റൈഡർമാരാണ്. ഞാനൊക്കെ വന്ന പോലെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വണ്ടി ഓടിച്ചു വന്നതാവും. ഇത് NL നാഗാലാൻഡിന്റെ വണ്ടി തന്നെയാണ് ഇതും. ബാഗൊക്കെ കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ റോഡൊന്നും അധികം വീതിയില്ല. അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോവാനൊന്നും അധികം സ്ഥലം ഉണ്ടാവില്ല. വണ്ടികൾക്ക് തന്നെ ശരിക്കും പാർക്കിങ്ങിന് സൗകര്യമില്ല. താഴെ മാത്രമേ ഉള്ളൂ പാർക്കിങ്ങിന് സൗകര്യമുള്ളത്. പിന്നെ ഇവിടെയൊക്കെ വെറുതെ കയറ്റി വെച്ചു എന്ന് മാത്രം. ഫുള്ള്
കുത്തനുള്ള ഒരു മലയാണ് ഇവിടെ. റോഡിന്റെ രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടികളൊക്കെ വരികയാണെങ്കിൽ ശരിക്കും പോവാനേ സ്ഥലമല്ല, ആ രീതിയിലാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും കുറെ ഹട്ടുകൾ കാണാം. അവിടെയൊക്കെ ഭക്ഷണവും അതുപോലെ പിന്നെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെയാണ്. What is this? Sorry? Gooseberry. Spicy gooseberry. Oh. How much this one? 30. 30. Okay, okay. 30 ഉറുപ്പിയാണല്ലോ. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പുക ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാ ഹട്ടുകളെ ഉള്ളിലും ഉണ്ടാവും കേട്ടോ, അതിങ്ങനെ പുകച്ചുകൊണ്ടിരിക്കണ്. അല്ലെങ്കിൽ ഇവിടെ നിക്കാൻ കഴിയില്ല. ഹലോ, ഹായ് ഹായ്. Nice, nice. I am from Kerala. You are from Kerala? Yeah. Okay. Hi. Very good. Oh, enjoy. Enjoy. Okay. Thank you. Thank you. ഇവരൊക്കെ ഫുൾ എൻജോയ്മെന്റ് ആട്ടോ, കണ്ടില്ലേ? ഓക്കെ, താങ്ക് യു. പോർക്കിനെ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കട്ടോ ഇവിടെ. തീ കായുകയും ചെയ്യാ, ഗ്രില്ല് ചെയ്യുകയും ചെയ്യാ, രണ്ട് കാര്യമാണ്. ഹായ് ബ്രോ, ഹൗ ആർ യു? നോ. ഇവിടെ കണ്ടില്ലേ, നല്ല തണുപ്പായത് കൊണ്ട് തന്നെ തീ കായാണ് എല്ലാവരും. ഹായ്. ഇത് നമ്മളെ മലയാളികൾ നടത്തുന്ന ഒരു പിന്നെ ഇതാ ചായച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് മലയാളികൾ നടത്തുന്ന ഒരു കട കേട്ടോ. ഹലോ. ഫുൾ എൻജോയ്മെന്റ് ഇവിടെ. നാഗാസും അതുപോലെ മലയാളികളും കൂടി കൂടിയിട്ടാണ് ഈ ഒരു പിന്നെ ഫുഡ് സ്റ്റാള്. ഹലോ. Thank you. अच्छा बहुत बड़े. अच्छा 3 दिन पहले. Very nice. Thank you so much. Your name? And then my name Kini. Oh, nice. Nice to meet you. You can say Yeah. क्योंकि हम लोग भी familiar हम सब लोग. Yes. Yeah, it's very nice. Very nice. Just have a look. Okay. Okay, what about your blog name? M Story Days. Huh? M Story Days. Gems Story Days. Story Days. Yeah. Okay, that's great. ആ അപ്പൊ നാഗാസും നാഗാലാൻഡിലെ ആളുകളും മലയാളികളോട് ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പൊ കണ്ടമാനം മലയാളികളെ അവരിങ്ങോട്ട് ടൂറായിട്ട് കൊണ്ടുവരും, ട്രിപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ അവർ പോകും. അപ്പൊ ഓരോ ഇതിലും പിന്നെ 50-100 വെച്ചിട്ട് ആൾക്കാർ പാക്കേജ് ആയിട്ട് ഇങ്ങോട്ട് വരും. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഇവിടെ. ഹലോ ബ്രോ, ഹൗ ആർ യു? ചിക്കൻ ഓൺലി ചിക്കൻ? ചിക്കൻ ആട്ടോ അതൊക്കെ. ചിക്കൻ ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഹായ്. ഇവിടുത്തെ ഭക്ഷണം കണ്ടില്ല, ഇതൊക്കെയാണ് ഇവര് ഇവിടെ കൊടുക്കുന്നത്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഹലോ. ഹായ്. നൈസ്. Yes. You came alone? Yes, I am alone. Hi. ഇവരൊക്കെ ഫുള്ള് വൈബാട്ടോ. There's something. Yes. Okay. ഫുള്ള് വൈബാണ് ഇവിടെയൊക്കെ. ഇവരെ സ്റ്റാളിൽ ഇവര് ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവരെ സ്പെഷ്യൽ ഫുഡാണ് വീട്ടിലെ. ഇവരുടേതായൊരു സ്പെഷ്യൽ മസാലകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം? പുൽച്ചാടിയാണിത്. പുൽച്ചാടി. ഇതെന്താ? പോർക്കാണ്. പോർക്ക് പുൽച്ചാടി. ഹലോ. Where are you from? I'm from Kerala. Kerala. Yeah. Nice meeting
menu. Okay, thank you. This is stall number 10, Yes, yes. NH02 on the stall. ഇത് പോർക്കാണ് കേട്ടോ. പോർക്ക് എന്തൊക്കെ चिकन पकोड़ा ആ ചിക്കൻ പക്കോട. ഇവരും ഭക്ഷണമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കട്ടെ ഇവിടെ അങ്ങനെ. ये शेफ है मिस्टर रेम्पेन മിസ്റ്റർ എംപെൻ. वो मिस थेजानो Kesano. Okay, okay. मिस नसीबेनी ठीक है Okay, thank you. ओके ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ ട്രൈബ്സിന്റെ ഒക്കെ വീടുകളാണ്. മൊറോങ്, അവരെ വീടിന് മൊറോങ് എന്ന് പറയാ. 17 ട്രൈബ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ മൊറോങ്ങുകളാണ് താഴെ ഉള്ളത്. ഹായ്. അപ്പൊ താഴത്തേക്ക് ഒന്ന് ഇറങ്ങി പോയിട്ട് അവരെ വീടിന്റെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. രാത്രി കാഴ്ചകള്. അടിയില് നല്ല മ്യൂസിക് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മൊറോങ്ങുകള്. ഇവിടെ നല്ല തിരക്കാണ്. കോൺയാക്കിന്റെ മൊറോങ് ആണ് കേട്ടത് അവരെ വീട്. ഹായ് 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 ഹായ്. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഇവിടെ ഒരാള് തോക്കേറ്റും വെടി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പൊട്ടും പൊട്ടൂലേ? I'm a student lecturer in SCRT. Here in the directors and my husband is the commandant in Iran. ഓക്കെ, പെട്ടെന്ന് വീട്ടേക്ക്. jadi bahannya lah aja no ഓ ഓക്കെ. അത് ചീറ്റിപ്പോയി, പൊട്ടിയില്ല. ഇവരെല്ലാ ട്രൈബ്സിന്റെ വീടുകളുണ്ട് ഇവിടെ. സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി പോണം ഓരോ മൊറോങ്ങുകളും കാണണമെങ്കിൽ. ചെന്ന് പൊതുവെ ആളുകൾ കുറവാണ്. ഇന്നലെയൊക്കെ നല്ല ആളുകളുണ്ട്, ഇന്ന് കുറവാ. ഇതേതാ ക്യാം ന്യൂങ്യൻ എന്ന് പറഞ്ഞൊരു മൊറോങ്ങാണ്. ഫോട്ടോ എടുക്കാൻ നോക്കട്ടോ. ക്യാം ന്യൂങ്യൻ അവരെ വീടാണ് കേട്ടോ അത്. ഓ, ഇവിടെ വെടി വെട്ടിച്ചു. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് ഇവിടെ. ഇന്നലെ വെറുതെ അല്ല അത്ര ആള് കൂടിയത്. ഇന്നലെ സൺഡേ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ അത്ര ആള്. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ആള് കുറവാ. റൈസ് വൈനൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരു നാഗാസിന്റെ ഒക്കെ ഷാളുകള് കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചതാണ് ഇവിടെ. അച്ചാറ് അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോണം. ഈ വഴിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരെ വീടുകളാണ്. चलो चलो ഓരോരുത്തർ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടല്ലേ. ഫോട്ടോ
ഫോട്ടോക്കൊക്കെ അടിപൊളിയായിട്ട് പോസ് ചെയ്യുന്നുണ്ട് ഇവര്. ഈ ട്രൈബ്സിന്റെ മൊറോങ്ങിന്റെ മുന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകളാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടുന്ന് സീറ്റേ ഒഴിവില്ല, അത്രയ്ക്ക് ആളുകളാണ്. പക്ഷെ അപ്പുറത്തൊന്നും ഇത്ര ആളുകളില്ല. ആവോ മൊറോങ്ങാണ് ഇവരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. 3 ആളുകള്. ഇത് അവരെ ഫുഡാണിത്. ഞാൻ ഇന്നലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. 400 രൂപയാണ് റൈസും അതുപോലെ പോർക്കും. ആവോ മൊറോങ്ങിന്റെ ഫുഡ് ഇവിടെ കണ്ടില്ല. ഇഷ്ടം പോലെ ആൾക്കാര്. ഇവരെ ഫുഡ് കുറച്ച് ഫേമസ് ആണ്. സുമി ട്രൈബ്സിന്റെ ഫുഡും കുറച്ച് അത്യാവശ്യം അറിയപ്പെടുന്ന കേട്ടോ. ഇത് കഴിക്കാനുണ്ട് ഒരുപാട് ആൾക്കാര്. ഇഷ്ടം പോലെ ആളുകളാണ് സുമി ട്രൈബ്സിന്റെ ഫുഡ് കഴിക്കാനായിട്ട്. ഒക്കെ പോർക്കും അതുപോലത്തെ ഇതൊക്കെ തന്നെയാണ്. ചിക്കനുണ്ട്, പോർക്കുണ്ട്. ഫുള്ളാണ്, ഉള്ളിലൊക്കെ ഫുള്ളാണ് ആളുകള്. അതിന്റെ മെനു ഉണ്ട്. മീറ്റ് ലോക്കൽ സ്മോക്ഡ് പോർക്ക് വിത്ത് എക്സോൺ 400 രൂപയായിട്ട് കണ്ടില്ലേ. 400. ഇതിന്റെ താലി 400. റൈസും ബാംബൂ ഷൂട്ട് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെയാണ്. 400 ഒക്കെയാണ്. ഇതുപോലെ കേട്ടോ, കാണാൻ ഇതുപോലെ ആവും. കണ്ടില്ല, റൈസും പോർക്കും കറികളൊക്കെ. സുമി ട്രൈബ്സിന്റെ മൊറോങ് കണ്ടത്. ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറിയാലോ. ഇവിടെ ഒരാള് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇതാ പോർക്കിനൊക്കെ പുകച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിങ്ങനെ വെന്തുകൊണ്ടേ നിൽക്കും. പിന്നെ വേറെ ഒന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് അങ്ങനെ കാലങ്ങളോളം അങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയല്ലേ. 2-3 മാസമൊക്കെ അങ്ങനെ വേകും. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. മസാലകളോ കാര്യങ്ങളൊന്നും അധികം ഉപയോഗിക്കില്ല ഇവര്. ഇവിടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. ചിക്കന്, പോർക്ക്. ഇത് ഫുള്ള് ചിക്കൻ ഐറ്റംസ്, ഇത് ഫുള്ള് പോർക്ക് ഐറ്റംസ്. ഇതൊക്കെ എന്താ കരിഞ്ഞിട്ടുണ്ടല്ലോ. ഇവരെന്നെ തിന്നണുണ്ട് കേട്ടോ ഇവിടുന്ന്. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ, ഹൗ മച്ച് ദിസ് വൺ? 250. 200. ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് കിലോനാകെ 200 റുപ്യ ഉള്ളൂ. ഇവിടെ ഒരു പീസിന് 200 ഉണ്ടോ? കുഴപ്പമില്ല, ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ അല്ലേ. 100. ഈ കരിഞ്ഞ സാധനത്തിന് 100 റുപ്യ. പോർക്കിന്റെ എന്താ കുടല എന്താ സാധനം ഉണ്ടത്. ആ തൊട്ടിപ്പുറത്തുണ്ട് പോർക്കിന്റെ വാരിയലിന് 250. പോർക്ക് സോസേജ് 100. ചിക്കൻ ഡ്രം സ്റ്റിക്ക് 130. ഇതാകണം ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. സൈഡ് ഫുള്ള് ഹട്ടുകളാണ്. പല ടൈപ്പ് മാലകളുണ്ട് ഇവിടെ. ഓ, ഐറ്റംസ് ആണല്ലോ. നല്ല വില ഉണ്ടാവും കേട്ടോ ഇതിനൊക്കെ. 300-400 ഒക്കെ ആവും ഇതിന്റെ ഒക്കെ റേറ്റ്. ബിയർ ഹബ്ബ്. അവിടെ എന്താ ബിയറിന്റെ അതാണ്. ബിയർ ഐറ്റംസ് ആണ് അവിടെ. എല്ലാത്തിലും നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇവിടെ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഫുഡിനൊന്നേ 300-400 കുറഞ്ഞ ഒരു സാധനവും ഇല്ല കേട്ടോ.
മുടിഞ്ഞ വിലയാണ്. ഫുള്ള് ടൂറിസം അല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടേ കിട്ടുന്ന അത്രയും ഇങ്ങോട്ട് വാങ്ങാന്നുള്ള രീതിയിലാണ് ഇവിടെ ഒക്കെ സംഭവങ്ങള്. കിസാമ വില്ലേജിലെ രാത്രി കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ.